ദൗർബല്യല്ല, അതാണ് കുഞ്ഞാമൻ സാറിനെ പോലത്തെ ഒരു പണ്ഡിതൻ മാഷ്. അപ്പൊ അയാളെല്ലാം പിന്നെയും ഇത്രയും പൊരുതി വന്നിട്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അവരുടെ വ്യക്തിപരമായ ദൗർബല്യമില്ല, ഈ സിസ്റ്റത്തിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. ഞാൻ ആത്മഹത്യയെ കാണുന്നത് വ്യക്തികളുടെ കുഴപ്പമായിട്ടല്ല, സിസ്റ്റം നടപ്പിലാക്കുന്ന കൊലപാതകമായിട്ടാണ് ഞാൻ കാണുന്നത്. രോഹിത് വെമുലയുടെ മരണം ഞാൻ കാണുന്നത് സിസ്റ്റം നടപ്പാക്കിയോ ആത്മഹത്യയായിട്ട്. എന്തിനാണ് ജാതിയുടെ പുറത്ത് നിരന്തരം വിവേചനം അനുഭവിക്കുന്ന ഒരാള് അയാൾ മാനസികമായിട്ട് സ്ലിപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ക്രൂരതയാണെന്നാണ്. പ്രിയ പ്രേക്ഷകരെ, തെന്നൽ നേരത്തിൽ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. പല ചാനലുകളിലും നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ടാവാം. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ചില ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സംവാദം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ജോളി ചിറയത്ത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ചാനലിലെല്ലാം ജോളി ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ജോളിയുടെ മാതൃദേശത്തിലൂടെ ജോളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ജോളി, സ്വാഗതം. താങ്ക് യു. ജോളിയെ ഞാൻ കേൾക്കുന്നത് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള ഇതിലായിരുന്നു. അതും ഒരു വിപ്ലവകാരിയായിട്ടുള്ള ആക്ടിവിസ്റ്റായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് വേണ്ടി, ദളിത് സ്ത്രീകൾക്ക് വേണ്ടിയും അല്ലാതെ പൊതുവെ ജനറൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയും വളരെ മുന്നിട്ട് നിന്ന് പ്രവർത്തിക്കാനായിട്ട് വളരെ ഉത്സാഹത്തോടുകൂടി നിന്ന ഒരു യുവതിയായിരുന്നു അന്ന് ജോളി. അവിടെ തുടങ്ങി നമുക്ക് തുടങ്ങാം. എന്തായിരുന്നു ജോളിയെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള? അതിനു മുമ്പ് ഞാൻ വേറൊന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ജോളി ഒരു മാർക്സിയൻ ചിന്ത അതിലൊരു ഇഷ്ടത്തോടുകൂടി നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജോളി വളർന്ന സാഹചര്യം ഒരുപക്ഷെ ജോളിയുടെ പേര് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതായിരിക്കും അല്ലേ? അതെ അതെ. അപ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് യേശുവിൻ്റെ ആ ഒരു ഇതറിയാലോ, നമുക്കറിയാവുന്നതാണ്. യേശുവിൻ്റെ ഒരു മാനസിക ആ ഒരു നൈർമല്യം, അദ്ദേഹത്തിൻ്റെ സ്നേഹം എല്ലാം കൂടി ഉൾക്കൊണ്ടതും പിന്നെ മാർക്സിയൻ ചിന്താഗതികളും കൂടി ഉൾക്കൊണ്ട ഒരു ജോളിയാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറക്കി തിരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ജോളിക്ക് പറയാനുള്ളതിനെ ചൊല്ലി? നമ്മൾ ജനിച്ച് വളരുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒന്നും ചോയ്സുകളല്ല. ഈ ഭൂമിയിൽ വരുന്നത് തൊട്ട് നമ്മൾ എന്താ പേരിടുന്നു, നമ്മളെ പേര് നമ്മൾ കിട്ടുന്നതിൽ വരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. അത് പക്ഷേ ഒരു മാർക്സിസ്റ്റ് പശ്ചാത്തലമുള്ളൊരു കുടുംബമല്ല, വളരെ കൃത്യമായിട്ടും കോൺഗ്രസ് കുടുംബമായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ ജീവിച്ച് പോകുമ്പോൾ നമ്മളെ ചുറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്താണല്ലോ ജീവിക്കുന്നത്. നമ്മളെ കാഴ്ചകളും കൂടി നമ്മളെ പരുവപ്പെടുത്തുന്നുണ്ടല്ലോ, വീട് മാത്രമല്ല സമൂഹം കൂടി നമ്മളെ പരുവപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിലൊക്കെ എന്തോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും പൊരുത്തക്കേടുകളാണ്. പള്ളിയായിക്കോട്ടെ, അതെനിക്ക് തോന്നുന്നത് ഒരു പ്രായം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ കുട്ടിക്കാലം മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് അത് അന്ന് ജാതിയുടെ പ്രശ്നമാണ് ആ മനുഷ്യരനുഭവിക്കുന്ന ഈ പീഡനങ്ങളും കൊടിയ ദുരിതങ്ങളും എന്ന് മനസ്സിലാക്കിയിട്ടല്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെല്ലാം അത്തരത്തിലുള്ള കെടുതികളിലൂടെ പോകുന്നു. അപ്പോൾ അവർ പോകുന്നിടങ്ങളിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന വിവേചനങ്ങൾ, പീഡനങ്ങൾ, കൊടിയ പീഡനങ്ങൾ തന്നെ പറയാം. അതായത് നമ്മളൊരു സവർണരായിട്ടുള്ളൊരു മനുഷ്യരുടെ വീട്ടിൽ വേലിക്ക് നിൽക്കുന്ന ഒരു പൂവ് പൊട്ടിച്ചതിൻ്റെ പുറത്തൊക്കെ മൂക്കിൽ നിന്നും വായിൽ നിന്ന് ചോര വരുന്ന വിധത്തിൽ കുഞ്ഞുങ്ങളെ അടിക്കുക, അത് വളരെ നിസ്സഹായരായിട്ട് മാതാപിതാക്കൾ നോക്കി നിൽക്കുക, അവർക്ക് ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ. അപ്പോൾ അത് ഞാനൊക്കെ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ ഇത് മുതിർന്ന മനുഷ്യരാണ് ഈ ചെയ്യുന്നത്, വളരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യരെ ഈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് അങ്ങനെ ലോകത്ത് വേറൊരു ജീവി വർഗവും തൻ്റെ വർഗത്തിനെ ഇങ്ങനെ ആക്രമിക്കാനുള്ള ഒരു ഉത്സാഹം അല്ലേ? നമ്മൾ എലിയ പൂച്ചയോ പട്ടിയോ എടുത്ത് അവർ തമ്മിൽ ചെറിയ ചെറിയ കടിപിടിയും, പക്ഷെ എപ്പോഴും തൻ്റെ വർഗത്തിലെ കുറച്ച് പേരെ ഇങ്ങനെ ആക്രമിക്കാൻ തക്ക സജ്ജരായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരു ജീവിവർഗവും നമ്മൾ കണ്ടിട്ടില്ല, മനുഷ്യനിലൊഴികെ.
അപ്പോൾ എനിക്കത് അന്ന് ഒരു ഭയങ്കര ശ്വാസം മുട്ടാണ്. അപ്പോൾ ഞാനതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എനിക്കന്ന് ഒരു 9 വയസ്സ് 8, 9, 10 വയസ്സൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു നൈരന്തര്യം ഉണ്ടല്ലോ, കാരണം ഇത് ഒരു ഇൻസിഡൻറ്റിൽ നിൽക്കല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം. പക്ഷെ അവർ വരുന്ന സാഹചര്യം നോക്കുമ്പോൾ വളരെ ഉയർന്ന സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് ഭയങ്കര സ്വീകരണമാണ്. അപ്പോൾ അവിടെ അതേ ഇടത്തിൽ വാടികൾ എന്ന് പറയാം, അപ്പോൾ ഘരേവാടി. അപ്പോൾ അവരെ പൂന്തോട്ടത്തിലേക്ക് അവർക്ക് പ്രവേശനമുണ്ട്, അവിടെ അവർ ഊഞ്ഞാലിലിരുന്ന് കളിക്കാം. പക്ഷേ ഈ പ്രത്യേക വിഭാഗത്തിലെ കുട്ടികൾ വരുമ്പോഴാണ്, അപ്പോൾ ഈ പ്രത്യേക വിഭാഗം ആരാണ്, ആ സവിശേഷമായ വിഭാഗം ആരാണെന്നുള്ള തിരിച്ചറിവൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് സോഷ്യലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഇവിടെ എല്ലാം സാധ്യമാണ്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത്രയും മനസ്സിലാക്കാനായിട്ട് അത് പറ്റിയിരുന്നു. കാരണം ഞാൻ വരുന്നത് വെച്ചാൽ ഞാൻ അപ്പച്ചനൊരു കട അതിനപ്പുറത്തേക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, കാരണം നിരന്തരം കിട്ടുന്നത് ഈ ചേരികളിൽ നിന്ന് വരുന്ന മനുഷ്യർക്കാണ്, ചാളകളിൽ നിന്നും ചേരികളിൽ നിന്നും വരുന്ന മനുഷ്യർക്കാണ്. അവർക്ക് ആ കരേവാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നുകൂടാ. അപ്പോൾ അവർ വന്നാൽ തന്നെ അവർ വരുന്നത് തോട്ടിപ്പണിക്ക് വരുന്ന ആളുകളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര, കാരണം കയ്യിൽ, ഞാനത് എൻ്റെ കുട്ടിക്കാലത്ത് ആ കാഴ്ച കണ്ടിട്ടാണ് വരുന്നത്. കയ്യിൽ തന്നെ നമ്മൾ ചാണകം കോരുന്ന ലാഘവത്തിൽ മനുഷ്യമലം കോരുന്ന മനുഷ്യരെ ഞാൻ കാണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ കിണർ തൊട്ടുകൂടാ, വെള്ളം തൊട്ടുകൂടാ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അപ്പോൾ അന്ന് ഇതിൻ്റെ ജാതിയുടെ ഭീകരത ഒന്നുമല്ല, അവർ അവൻ മനസ്സിലാക്കുന്ന അവർ അപ്പി കോരുന്നതുകൊണ്ട് അവരിതൊന്നും തൊടാൻ പാടില്ല എന്നാണ്. ജാതിയുടെ ഈ ഒരു കൊടി നമുക്കതൊന്നും അറിയില്ല സ്വാഭാവികമായിട്ട്. അപ്പം നമ്മൾ അന്നത്തെ ഒരു സിമ്പതി ആയിരിക്കും, അതെനിക്ക് തോന്നുന്നത് തന്നെ എമ്പതി പോലും അല്ല, സിമ്പതി മാത്രമാണ്. അതെ, ഒരു സഹതാപം പോലുമാണ് അത്. അനുതാപം എന്നും പോലും പറയല്ല, അത് മറക്കൂലോ നമ്മൾ. അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നില്ല, ആ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു നൈരന്തര്യം ഇല്ല, അത് പിന്നെ ആ കാഴ്ച കാണുമ്പോഴേ ഉള്ളൂ. പിന്നെ വലുതാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിലൊരു ശരികേടൊന്നും തോന്നിയിരുന്നു, ഇതെന്തോ ശരിയല്ലാത്ത പരിപാടിയാണ് ഈ മുതിർന്നവർ ചെയ്യണത്. അതിലിപ്പോൾ എൻ്റെ അപ്പച്ചന് പോലും അതിനകത്ത് ഇടപെടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അപ്പച്ചനോടൊക്കെ ഭയങ്കര ദേഷ്യം തോന്നും. അതല്ല അപ്പച്ചനല്ല ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ളവർ. അപ്പോൾ അപ്പച്ചൻ പറയാം നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ, അത് നമ്മളെയും പിടിച്ചവർ തല്ലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിലൊരു ശരികേട് തോന്നിയിരുന്നു ആ കാലത്തൊക്കെ. ഒരു കുട്ടിയാണോ? അല്ല, ഞങ്ങൾ 3 മക്കൾ. ഞങ്ങൾ ശരിക്കും 4 മക്കളുണ്ടായിരുന്നു. മൂത്തത് ചേട്ടൻ, 3 പെൺമക്കളായിരുന്നു. അതിൽ രണ്ടാമത്തെ ചേച്ചി മരിച്ചുപോയി. ഇപ്പം നിലവിൽ 3 മക്കളാണ്. അവിടെ നിന്ന് പിന്നെ കേരളത്തിലേക്ക് പോകുന്നത്? കേരളത്തിൽ 10 വയസ്സുള്ളപ്പോൾ പോകുന്നു. ഞാൻ ജനിച്ചത് അവിടെയാണ്. പിന്നെ വീണ്ടും 6 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ അവിടെയായിരുന്നു സ്കൂളിങ്. അതെ, അവിടെയായിരുന്നു. അതായത് 5ാം ക്ലാസ്, 5 4ാം ക്ലാസ് വരെ എല്ലാം ഇവിടെ തന്നെ, കേരളത്തിൽ തന്നെ. കേരളത്തിലേക്ക് വന്നതിന് ശേഷം കേരളം വന്നു, അതൊരു പിന്നെ ഫാസ്റ്റായിട്ട് പോയി. ഇവിടെ വന്നിട്ട് പിന്നെ ഈ ഒരു സാമൂഹ്യ ഇതിലേക്ക് ഇവിടെ വരുമ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ബോംബെക്കാരെന്നുള്ളൊരു പേരുണ്ടെങ്കിലും നമ്മൾ ഒരു വിദ്യാഭ്യാസപരമായിട്ട് വല്ലാതെ മുന്നോട്ട് പോയ ഒരു ആളുകളെ അല്ല. എല്ലാവരും ഒരു പാടത്തും പറമ്പിലും പണിയൊക്കെ എടുത്ത് അവരുടെ ഒരു 2ാമത്തെ 3ാമത്തെ തലമുറയൊക്കെ, അതായത് അപ്പച്ചനൊക്കെ ബോംബെയിൽ 13 വയസ്സിൽ നാട് വിട്ടു പോയി കഷ്ടപ്പെട്ട് അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ അവർ ആർജിച്ചെടുക്കുന്ന ചില കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങൾ. അല്ലാതെ വിദ്യാഭ്യാസപരമായിട്ടൊന്നും അവരങ്ങനെ മുന്നോട്ട് പോയ ഒരാളെ അല്ല. അപ്പോൾ എൻ്റെ തറവാട്ടിൽ ഞാനാണ് ആദ്യമായിട്ടൊരു ഡിഗ്രി എടുക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പൂർവികരുടെ ഒരവസ്ഥ ആലോചിക്കാമല്ലോ. ഞാൻ ഇവിടെ കിഴുപ്പള്ളിക്കര എന്ന് പറയും, തൃശ്ശൂർ ജില്ലയിൽ പെരുങ്ങോട്ടരയ്ക്കും കാട്ടൂരിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അതൊക്കെ അവിടെ തന്നെ. അതെ അതെ അതെ. കോളേജ് നാട്ടിക SN കോളേജിലാണ് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചത്. ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇത് തന്നെ അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പം നമ്മൾ ഓരോ നിമിഷവും നമുക്ക് ഇവിടെ വരുമ്പോഴും ജാതി വിവേചനങ്ങൾ മനസ്സിലാവുന്നുണ്ട്, അത് കൂടുതൽ കൂടുതൽ തെളിച്ചത്തിൽ അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പള്ളി സ്കൂൾ കഴിഞ്ഞു നേരെ പിന്നെ നാട്ടിക SN കോളേജിൽ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു വിശാലമായൊരു ഭൂമിക തുറന്നു കിട്ടുക രാഷ്ട്രീയത്തിൻ്റെയും ഇടപെടലിൻ്റെയും. അപ്പോൾ അന്നേരം തോന്നിയത് കുറച്ചും കൂടി നല്ലത് SFI ആണ്, കുറച്ചും കൂടി മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നവർ എന്നുള്ള രീതിയിൽ. അന്നും ഈ മാർക്സിസം ഒന്നും അരച്ചു കലക്കി പഠിച്ചിട്ടില്ല, ഇന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു ചൂഷണത്തെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളിലെ ഉൽപ്പാദന ബന്ധങ്ങളിലെ ചൂഷണം എങ്ങനെ സംഭവിക്കുന്നു, അധ്വാനത്തെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള പ്രാഥമികമായ ഒരു വെളിച്ചമൊക്കെ ഉള്ളൂ. പിന്നെ പഠിച്ചത് എക്കണോമിക്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി നമുക്ക് മൂലധനത്തെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതിൽ SFIയിൽ നിന്ന് ചേർന്നു, അതിൽ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി.
അതിനുശേഷം കോളേജിലേക്ക് വന്നു. അതിനുശേഷം കോളേജിൽ ചെന്നിട്ട് പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് SFIയിലേക്ക് പോകുന്നത്. അതുവരെയും KSU കാര്യമായിരുന്നു. അതല്ലേ, കാരണം നമുക്കല്ല ചോയ്സ്. കാരണം നമ്മൾ വീട്ടുകാർ കോൺഗ്രസ് ആണ്, അവരാകെ പറയാം നമ്മളോട് KSU നോട്ട് ചെയ്യണമെന്നാണ്. അതെല്ലാം പാരമ്പര്യ രോഗമാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ നമ്മൾ വീട്ടുകാരെന്ത് പറയുന്നു അത് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ വരും, പള്ളി സ്കൂളാണ്, എന്നാലും SFIയും KSU ഉണ്ട്. അപ്പോൾ KSU നോട്ട് ചെയ്യുക പോരുക. പിന്നെ 10ലെത്തിയപ്പോൾ ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അപ്പം ഞാൻ KSU കാര്യമായിട്ട് നിന്ന് ചെയ്തു. പക്ഷെ അന്നും എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതലും സ്വാഭാവികമായ അടുപ്പങ്ങളും കമ്മ്യൂണിക്കേഷനും എനിക്ക് SFIക്കാരോടാണ്. കാരണം നമ്മൾ അന്ന് കുട്ടികൾക്ക് ഇങ്ങനെ രാഷ്ട്രീയം വെച്ചിട്ടൊന്നും അല്ലല്ലോ, ഇത്രത്തോളം തീവ്ര വൈരാഗ്യങ്ങളില്ല. അതായത് നമ്മൾ മാനുഷികമായ പരിഗണന, ഹ്യൂമാനിറ്റി, അതെ ബേസിക്കലി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു വരേണ്യത ഇല്ലാത്ത മനുഷ്യരാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരോടാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനും എൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമാവാൻ തുടങ്ങി. കട വിൽക്കുന്നു, വീട് വിൽക്കുന്നു. അപ്പം നമുക്ക് എന്താ പറയുക, വളരെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കേണ്ട അവസ്ഥയിൽ പോവുക. അപ്പോൾ ആ അവസ്ഥ തന്നെ ഞാനും അനുഭവിക്കുമ്പോൾ എനിക്കത് കൃത്യമായി മനസ്സിലാവും. എനിക്ക് അപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്കറിയാം എനിക്ക് ജാതിയുടെ പ്രിവിലേജ് ഉണ്ട്. എന്തൊക്കെ തന്നെയല്ലേ, ഞാൻ എൻ്റെ അമ്മോട് പറയും നമ്മൾ മാർക്കം കൂടിയ ക്രിസ്ത്യാനികളാണ്, വല്ലാണ്ട് അഹങ്കരിക്കേണ്ട, ഈ ജാതി വ്യവസ്ഥ കൊണ്ട് പൊറുതി കിട്ടിയിട്ട് ആയവരായിരിക്കും. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ അപ്പോഴും അതൊരു ജാതിയുടെ പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് കൃത്യമായിട്ട് എൻ്റെ ഒരു പരാധീനതകൾ പറയാൻ പോലും എനിക്ക് ഇഷ്ടമല്ല സത്യത്തിൽ. കാരണം ആ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരൊക്കെ ഇങ്ങനെ തന്നെ. ഇന്നും അക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്കാലത്തിനെ ഭയങ്കര പരിഹാസ്യമായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അതിനേക്കാളും ഒട്ടും വ്യത്യസ്തമല്ലാതെ തന്നെയാണ് ഇന്ത്യൻ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കോളേജിലേക്ക് വന്നതിന് ശേഷം പിന്നത്തെ പ്രവർത്തനങ്ങൾ SFIയിൽ തന്നെ നിന്നു. അത് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയുള്ള, എൻ്റെ വിവാഹം കഴിയുന്നത് വരെ മാത്രമാണ് SFIയിൽ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിവാഹം ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഒരു ഇതര മതസ്ഥനായതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പള്ളി പണ്ടേ വിട്ട ഒരാളായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി പാസ്സാണ് ഞാൻ. പിന്നെ അതിനുശേഷം വേറെ ഒന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ പ്രവർത്തനങ്ങളിലേക്ക് ചില തുടർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. പഠനത്തിനും സാമൂഹ്യമായ ഇടപെടലിനും തുടർച്ച ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വിവാഹം കഴിയുന്നു, സ്വാഭാവികമായിട്ടും വിവാഹത്തിന് ശേഷം നമ്മൾ അതുവരെ സ്വപ്നം കണ്ടിരുന്ന, ഇപ്പം നമ്മളൊരു കൺവെൻഷണൽ മാരേജിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നത് തന്നെ നമ്മൾ കണ്ട ഒരു ലോകത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും അത് സാമ്പ്രദായിക ജീവിതക്രമത്തിലേക്കൊക്കെ തന്നെയാണ് എത്തുന്നത്. പ്രണയ വിവാഹമാണെങ്കിലും വിപ്ലവ വിവാഹമാണെങ്കിലും നമ്മൾ പള്ളിയിൽ പോയി കെട്ടിയോ, അമ്പലത്തിൽ പോയി കെട്ടിയോ, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണോ എന്നുള്ളതല്ല. ഇതിനകത്ത് ഈ രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് ഇതിനകത്ത് പൊസിഷൻ എടുക്കണമെന്നുള്ളതാണ്. ഈ സ്ട്രക്ചറിനെ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് പൊസിഷൻ എടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ജീവിതത്തിന് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ ആ പ്രായത്തിലില്ല, പറ്റില്ല. ആണാണ് 21 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഒരുമില്ല. അപ്പം അന്ന് ആകെ വിചാരിക്കുന്നത് ഞാൻ പള്ളിക്ക് എതിരാണ്, ഞാൻ എൻ്റെ സ്വയം നിർണയാവകാശം ചെയ്തു, ഈ സ്ത്രീ എന്നും വ്യക്തി എന്നുള്ള രീതിയിൽ വിവാഹം എന്നതിൻ്റെ സ്വകാര്യമായ ഒരു കാര്യമാണ്, അത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള വലിയൊരു ആഹ്ലാദമുണ്ട്. അത് വിപ്ലവകരമായ ഒരു നിലപാടാണ്. കാരണം ഇക്കാലത്തും കുട്ടികളെ വിവാഹ കമ്പോളത്തിലേക്ക് അയക്കാനുള്ള ആളുകളായിട്ട് തന്നെ നമ്മൾ വളർത്തുന്നത്. ആണിനും പെണ്ണിനും ചോയ്സ് ഒന്നുമില്ല. മാറ്റം യങ്സ്റ്റേഴ്സിന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ജാതിയും മതവും നിലനിർത്താൻ വേണ്ടിയാണ് സത്യത്തിൽ ഇന്ത്യൻ വിവാഹങ്ങൾ. അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര ശാഠ്യം? മനുഷ്യർക്ക് വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരെ ഇണകളെ തിരഞ്ഞെടുത്താൽ മതി. ഈ സാധ്യത അനുവദിക്കാതിരിക്കുന്നത് ഈ ജാതിയും മതത്തിന് നിലനിർത്താനാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പിള്ളേർക്ക് ആ ചോയ്സ് ഇല്ലാതായി പോകുന്നത്. സത്യത്തിൽ 18 വയസ്സിന് ശേഷം ഒരാൾക്ക് തൻ്റെ ഇണയെ തിരഞ്ഞെടുക്കാമെന്ന സാഹചര്യവും അതുമാത്രമല്ല ഭരണഘടനാപരമായ അവകാശം ഇരിക്കലേ ഇന്നും കൂണ് പോലെ മാട്രിമോണിയൽ സൈറ്റുകളാണ് വരുന്നത്. അതും ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂണ് പോലെ വരുന്നത്. അപ്പോൾ എവിടെയാണ് മാറുന്നത്? നമ്മളിപ്പോഴും ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പിനെ കാണുന്നത് ലക്ഷക്കണക്കിന് പേരിൽ 10-15 പേര് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ ഒരു ഹെർക്കുലിയൻ ടാസ്ക് പോലെയാണ്. പക്ഷെ ഇതിനെപ്പറ്റി ഈ യങ്സ്റ്റേഴ്സ് ബോധവാന്മാരാണ്. അവരിത് ഈ ജാതിയും അതിന് അനുകൂലമായിട്ട് തന്നെ പോവാണെന്നുള്ളത് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എത്ര പെട്ടെന്ന് കാവ്യവൽക്കരിക്കേണ്ട കാര്യമില്ല. യങ്സ്റ്റേഴ്സിന് അത്രയും ബോധം ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ
തുല്യ പങ്കാളിത്തത്തിൽ തന്നെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതായത് 18 വയസ്സിന് മേലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ അളവൊന്നും ആലോചിച്ച് നോക്കി ഇന്ത്യൻ രാജ്യത്ത് ജനസംഖ്യ അനുപാതി പറഞ്ഞില്ലേ കാവ്യവൽക്കരണ ഒരു ഇത് വന്നു എന്ന് പറഞ്ഞില്ലേ. ഞാൻ പറയുന്നത് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഒരു എനിക്ക് ഒരാളെ ഇഷ്ടമായി, ഞാൻ അയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള വിധത്തിൽ ഒരു പക്ഷേ അറേഞ്ച്ഡ് ആവാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആവാം, അല്ലെങ്കിൽ അവർ അഫയറിൽ നിൽക്കുന്ന അവരതിനെ ആ സമയത്ത് ജാതി മതത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക്. പ്രണയിക്കുമ്പോൾ ഒരാരും നമുക്ക് പ്രണയം ജാതിയോ മതത്തെയോ ഒന്നും കണ്ടിട്ടല്ല പ്രണയം സംഭവിക്കുന്നത്. പ്രണയം ഭയങ്കര ജൈവികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് എല്ലാ ജീവിയിലും ഉണ്ട്. അത് ഓർഗാനിക്കായിട്ട് സംഭവിച്ചു പോകുന്നത്. ആ സംഭവിക്കുന്നതിൽ പിന്നീട് ഇതെല്ലാം തടസ്സങ്ങളായി മാറുകയാണ്. അവർ ഓർഗാനിക്കായിട്ട് അങ്ങനെ ജീവിക്കാൻ, ആ പ്രണയത്തിനെ അനുവദിക്കാൻ നമ്മൾ തയ്യാറല്ലല്ലോ. നമുക്ക് ഈ എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇവരെ തടയുന്നത്. ഇതെന്താ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പ്രണയം തോന്നി എനിക്കിപ്പോ ഒരു ആസ് ഒരു വുമൺ, നിങ്ങളൊരു പുരുഷൻ എന്നുള്ള നിലയിൽ നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു പ്രണയം തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് അതിലുള്ള ഒരു ഒരുമിച്ച് ചേരാനുള്ള ഒരു സെസ്റ്റ് ഫോർ ദാറ്റ്, എനിക്കത് അങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കണം എങ്കിൽ മാത്രമേ ഇനി ആ പ്രണയത്തിലൂടെ സാഫല്യം കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെയാണല്ലോ ഒരു ഒരുമിക്കുക എന്നുള്ളതാണല്ലോ പിന്നത്തെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ അവരെടുക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ സമ്മതമായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ഇതായിരിക്കാം, ഏതെങ്കിലും ആവട്ടെ. പക്ഷെ ഈ പ്രണയം സഫലമാക്കാനുള്ള അവരുടെ ആ സമയത്തുള്ള ഒരു എർജ് അതാണോ അതല്ലേ അവർക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് മാത്രമായിരിക്കും തങ്ങളുടെ പ്രണയത്തിന്. നമുക്ക് നമ്മൾ അച്ചീവ് ആണെങ്കിൽ അതായിരിക്കും അതിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. അതുകൊണ്ടാണ് അതിനപ്പുറം അവർക്ക് വേറെ ഇതിൽ നിന്ന് എനിക്ക് വേറെ ഒരു ഇത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവാൻ പോകുന്നത് കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് ഏത് ജാതിയിൽ ചേർക്കണം, ഏത് മതത്തിൽ ചേർക്കണം. അപ്പോഴേക്കും ഇവരുടെ ക്ലാഷ് തുടങ്ങുകയാണ്. ഏതിലാണ് ചേർക്കുക. അപ്പോഴാണ് ഒരുപക്ഷെ ഇവര് മിക്കവാറും എല്ലാവരുടെയും ക്ലാഷ് തുടങ്ങുന്നത് അപ്പോഴാണ്. എനിക്ക് എൻ്റെ കുട്ടിയെ ഇതിൽ ചേർക്കണം, അപ്പോൾ ഇയാൾ പറയും അതിൽ എൻ്റെ ഇതിൽ, നീ ഭാര്യ പറയും എൻ്റെ ഇതിൽ എന്നുള്ളവർ. ഈ വൈവാഹിക ബന്ധം വരുമ്പോഴാണ് ഇത്തരം ഒരു സെൻസ് അവർക്ക് വരുന്നത്. അവരതിനെപ്പറ്റി ബോധവാന്മാരാകുന്നത് വൈവാഹിക ബന്ധം ആരംഭിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ഇത് ജാതി സ്വീകരിക്കണം, അല്ലെങ്കിൽ അപ്പോഴാണ് മതം മാറ്റം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനി ഇതിലേക്ക് മാറ്റുക. പുരുഷന്റെ ഇതിലേക്കാണ് കൂടുതൽ സംഭവിക്കുന്നത്. നമ്മൾ കണ്ടുവരുന്നത്, ഞാൻ മിക്കവാറും കണ്ടുവന്നിരിക്കുന്നത് അത് തന്നെയാണ്, പുരുഷന്റെ ഇതിലേക്ക് മാറ്റാൻ. അപ്പൊ പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വിവാഹം എന്നുള്ള ആ ഒരു വലിയ ഉടമ്പടി വരുമ്പോൾ പുരുഷന്റെ മനസ്സ് മാറുകയും സ്ത്രീ അതിലേക്ക് ഒരു താഴ്ന്നു നിന്നുകൊണ്ട് അതിലേക്ക്, കാരണം ഇവൾക്ക് പിന്നെ വേറെ ഗതിയില്ല, അതിൽ നിന്ന് മാറിപ്പോകാനുള്ള മാർഗമില്ല. അല്ലെങ്കിൽ ഇവർ അത്ര വിപ്ലവാത്മക ഇപ്പൊ നമ്മൾക്ക് ചെറിയ ചെറിയ റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് സ്ത്രീധനം വരുമ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ നിന്നെ വേണ്ട, നീ ഇത്ര നാൾ ഇതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ സത്യമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാന്ന് അവർ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ പതുക്കെ ഒരു കോഴിപ്പടയെ പോലെ അതിനനുസരിച്ച് ശരി ക്രിസ്ത്യാനി പേര് മാറ്റി അവരുടെ വസ്ത്രങ്ങളൊക്കെ രൂപങ്ങളൊക്കെ മാറ്റി പൊട്ടൊക്കെ മാറ്റി ഉരിച്ചിട്ടു, അല്ലെങ്കിൽ ചന്ദനക്കുറിയിട്ടു, അങ്ങനെയാണ് അത് പോകുന്നത്. ആ ഒരു ഇതിൽ എന്തുകൊണ്ട് ഇവർ വേറെ തരത്തിലൊന്ന് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കാത്തത് എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് രണ്ടുപേർക്ക് മാത്രമായിട്ടൊന്ന് ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും. ഇപ്പൊ ജോളിക്ക് എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി? അവർക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? ചിന്തിക്കുന്ന ഒരു ഇത് നമ്മള് മതത്തിൽ മാത്രമല്ല പാട്രിയാർക്കിയിലും കൂടിയാണ് പക്ഷെ മതത്തിന് എത്രയോ മുമ്പ് ഉണ്ടായതാണ് പാട്രിയാർക്കി. അപ്പൊ പാട്രിയാർക്കി സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ആൺകോയ്മ സിസ്റ്റമാണ്. ഈ ആൺകോയ്മയുടെ അതുകൊണ്ടാണ് അതിനെ പാട്രിയാർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഈ പാട്രിയാർക്കിക്ക് അകത്ത് ജീവിക്കേണ്ടി വന്ന സ്ത്രീകള് ഇതുമാതിരി തന്നെ നൂറ്റാണ്ടുകളായിട്ട് അതിനകത്ത് പരുവപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ പോലും വളർച്ചയുടെ ഏതൊക്കെയോ ഘട്ടത്തിലാണല്ലോ അത് തിരിച്ചറിയുന്നത്, ഞാനായിട്ടല്ല ജീവിക്കണം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇവരിലും ഉണ്ട്. ഇവർ യങ്സ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുമ്പോഴും അവര് ജനിച്ചു വീഴുന്നത്, വളർത്തപ്പെടുന്നത്, പഠിപ്പിക്കുന്നത് എല്ലാം ഈ ആൺകോയ്മ മൂല്യബോധത്തിലാണ് പെണ്ണിനെയും സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ അകത്ത് നിന്നിട്ടാണ് അവർ കുറച്ചെങ്കിലും അവരുടെ പ്രണയത്തിന് വേണ്ടി ഒരു റെബല്യസ് ആവുന്നത്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാട്രിയാർക്കി വ്യവസ്ഥയ്ക്ക് അകത്തെന്ന് പറഞ്ഞാൽ ഒന്നിന്മേൽ ഒരു മൂലധനം അവർക്കില്ല. സ്വത്തിന്മേലില്ല, സ്വന്തം വീട്ടിലില്ല, അച്ഛനമ്മയിലില്ല, ഒന്നിലും ഇല്ല അവർക്ക്. അപ്പോൾ അവർ സ്വന്തമായി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ
അത് ഈ സോക്കോൾഡ് വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള തീരുമാനമാണെങ്കിൽ ഈ സ്ത്രീകളെ അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനിച്ച പിള്ളേരെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമൂഹം അങ്ങനെ കാണുന്നേ ഇല്ല. വളരെ വളരെ റെയറാണ് സ്വയം തീരുമാനങ്ങൾക്ക്, അവരുടെ കുഞ്ഞുങ്ങളുടെ തീരുമാനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന രക്ഷിതാക്കളും കുടുംബങ്ങളും സമുദായങ്ങളും തന്നെ. ഉടനെ തന്നെ ഗ്രാമ പഞ്ചായത്ത് പോലെയാണ് വീടുകളൊക്കെ പെരുമാറുന്നത്. ഈ ഒരു അരക്ഷിതാവസ്ഥ കൂടുതലും സ്ത്രീക്കാണ്. ഒന്ന്, സ്ത്രീ എന്ന് പറഞ്ഞത് ഒരു ലൈംഗിക വസ്തുവായിട്ടാണ് ഇപ്പോഴും സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അവളുടെ ശരീരത്തിന്മേൽ പോലും ചോയ്സ് അനുവദിക്കാത്ത, തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തുവായിട്ട് തന്നെയാണ് സമൂഹം കാണുന്നത്. ഇതിനകത്ത് അവിടെ വെച്ച് ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ജോളി പറഞ്ഞില്ലേ സ്ത്രീയെ ഒരു ലൈംഗിക ഇതായിട്ട് കാണുന്നുള്ള, അത് അവരുടെ കാഴ്ചപ്പാട്. ഓക്കെ, ഇവർക്കൊരു കാഴ്ചപ്പാടില്ലേ? ഇപ്പൊ ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ഇതില് ആ സ്ത്രീ അത് എങ്ങനെ അവര് അതിന് ബ്രേക്ക് ചെയ്യുന്നു? ആ ബ്രേക്ക് ചെയ്യാനായിട്ടുണ്ട് പേടി, ഭയം ഒരു സാധാരണ സംഭവമല്ല. കാരണം നമ്മൾ ഒരു ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ 1-2 പേരാണ് ഇവരെ അംഗീകരിക്കുന്നവരും ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാവുള്ളൂ. തിരിച്ച് ഈ 900 പേരിലേക്കാണ്, അതായത് അവർ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ ഇവർക്കെതിരെയുള്ള മൂല്യവ്യവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരിലേക്കാണ് അവർ തിരിച്ചിറങ്ങിപ്പോണ്ടത്. ജോളി, ഞാൻ പറയുന്നതേ ഇപ്പൊ ഇത് വ്യക്തിക്ക് ഒറ്റയ്ക്ക് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം അവര് വന്നിട്ടുണ്ട് ജോളി. അതിൽ നിന്ന് അവര് ഞാനത് കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കാണുന്നേ ഇല്ല. കാരണം വ്യത്യസ്തമായ തോട്ടിലേക്ക് വരുന്നത് നമ്മളൊരു ഫ്രിഞ്ച് ഗ്രൂപ്പിനകത്ത് കാണുന്ന മനുഷ്യരെയാണ്. അതായത് നമ്മൾ വളരെ ലിബറേറ്റഡ് ആയിട്ട് എന്ന് കാണുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ആക്ടിവിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഒരു പരിമിതി തന്നെ നമ്മളേതുപോലെ ചിന്തിക്കുന്ന ഒരു സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മൾ കൂടുതൽ ഇടപഴകുന്നത്. നമ്മൾ അതിന് താഴെയുള്ള തനി ടിപ്പിക്കലായിട്ട് ജീവിക്കുന്ന, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഡെയറിങ് അല്ലാത്ത കുറേ മനുഷ്യർ അപ്പോഴും അവിടെ എടുക്കുന്നുണ്ട്. അപ്പം അവരെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളൊരു ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ 100 പേരൊക്കെ വളരെ ഡെയറിങ് ആവുന്നില്ല. ഈ 100 പേരിൽ 50 പേര് നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് നമ്മൾ വിചാരിക്കുക വാവ് കുട്ടികളൊക്കെ മാറി. പക്ഷെ അവിടെ 10,000-കണക്കിന് പേര് ഇതിൻ്റെ റിഫ്ലക്ഷൻ അങ്ങോട്ട് എത്താതെ ഈ വ്യവസ്ഥയ്ക്ക് വിധേയരായിട്ട് അത് അറിയുക പോലും ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വ്യവസ്ഥ മാറണമെങ്കിൽ എന്തുണ്ടാവണം? ഇപ്പം നമ്മളൊരു സ്ത്രീധനം, ഇപ്പോഴും നമുക്ക് സ്ത്രീധനം എന്ന് പറഞ്ഞത് നിയമപരമായി നിരോധിച്ച ഒരിടാണ്. ഇന്നും നമ്മൾ ഏത് കല്യാണം നടക്കുമ്പോഴും അതിപ്പോൾ സ്വയം തിരഞ്ഞെടുപ്പായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ആ സ്വയം തിരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത് ഒരു പരിധി വരെ വീട്ടുകാർ സമ്മതിക്കും. അപ്പോൾ പോലെ ഈ കല്യാണങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? കുട്ടിയെ കൈപിടിച്ച് ഭർത്താവിനെ ഏൽപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഫംഗ്ഷൻ അവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെ ഇത്രയും ധാരണകളുള്ള ഒരു പെൺകുട്ടി, നമുക്കിപ്പോൾ സോഴ്സസ് ഒരുപാടുണ്ട്, മീഡിയാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഇത് സംഭവിച്ചു, ഇവിടെ ഇത് സംഭവിച്ചു, ഇന്ന കാര്യം ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് തീരുമാനിക്കണമെന്ന് ഒരു കുട്ടിക്ക് എടുക്കാൻ അതിനൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാതെ പറ്റില്ല. അതിന് അത്രമാത്രം നിങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മളെല്ലാം ജീവിതത്തിൽ മുഴുവനും ഒട്ടും വൾണറബിലിറ്റി ഇല്ലാതെ ഭയങ്കര പോരാളികളായിട്ട് ഈ അത്രയും നികൃഷ്ടമായ ഈ സിസ്റ്റത്തിനെ പുല്ല് വില കൽപ്പിച്ച് നിങ്ങളെല്ലാം വരൂ എന്ന് നമുക്ക് ഒരു കുട്ടിയോട് ആവശ്യപ്പെടാൻ പറ്റില്ല. ഒരു കുട്ടിയോടൊന്നല്ല, ഒരു സ്ത്രീകളോടും മനുഷ്യരോട് ആവശ്യപ്പെടാൻ പറ്റില്ല. അത് ക്രീമി ലെയറിലുള്ള കുട്ടികളോട് നിങ്ങൾ കാണും. സെന്റ് തെരേസാസ് ഇറ്റ്സെൽഫ് ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ കോളേജ് ക്യാമ്പസുകൾ? അതെ, അപ്പൊ അതൊരു ക്രീമി ലെയറാണ് അതൊക്കെ. അല്ലാതെ ഇപ്പൊ ഒരു ബോയോട് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിലൊരു ഒന്നുമില്ല, അവർ വെറും കളിപ്പാവകളായിട്ട് നിന്ന് കൊടുക്കുവാണ്. എനിക്ക് തോന്നുന്നില്ല അത്. കാരണം അവർ തന്നെ ചിന്തിക്കണ്ടേ, നമുക്കത് ആഗ്രഹിക്കാനേ പറ്റൂ. സ്ത്രീധനം ഞാൻ പറയുന്നത് വെച്ചാല് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 2 പിള്ളേരുടെ രക്ഷിതാക്കൾ, അവര് പ്രൊഫസേഴ്സാണ്. അമ്മ ഫിസിക്സ് ടീച്ചറാണ്. അവർ പറയുന്നത്, എൻ്റെ മകൻ അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് കുവൈറ്റിൽ ജോലിയുള്ളത്, അവൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം ആലോചിക്കുമ്പോൾ ഒരു കാരണവശാലും കേരളത്തിൽ നിന്ന് പുറത്ത് പഠിച്ച പെൺപിള്ളേരൊന്നും ആലോചിക്കരുത്. മാത്രമല്ല ഗേൾസ് ഓൺലിയിൽ പഠിച്ചവരെ ആലോചിച്ചാൽ മതി. കാരണം നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര വഴിവിട്ട പോക്കാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ടീച്ചേഴ്സും ഇങ്ങനെ ചിന്തിക്കുന്ന മക്കളും അത് ഭൂരിപക്ഷമാണ്. ഡൗറി എന്ന് മാത്രമല്ല, സ്ത്രീയുടെ പ്യൂരിറ്റീനെ കുറിച്ച് പോലും അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ബോയ്സും ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് അവര് ഭൂരിപക്ഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കല്. അവർക്ക്
കിട്ടുന്നത്ര കിട്ടട്ടെ, നല്ലത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടല്ലേ നമ്മൾക്കിപ്പോ ഈ വിസ്മയ പോലുള്ള ഇതൊക്കെ ഉണ്ടായത്. ശരിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നുമാണ് അത് സംഭവിക്കുന്നത്. അതെ. 100-101 പവനും കാറും 10 ലക്ഷവും വീടും ഒക്കെ കൊടുക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും കൂടെയാണ്. അപ്പൊ പിന്നെ ഇത്തരം മൂല്യങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത മനുഷ്യർ എങ്ങനെയായിരിക്കും കുട്ടികളെ ട്രീറ്റ് ചെയ്യുക? ജോളി ഇതെല്ലാം ഒരാൾ തന്നിട്ട് വാങ്ങുന്നല്ല. ഞാൻ പറഞ്ഞ നമുക്ക് കഴിഞ്ഞില്ല. ഇത് നമ്മളിപ്പോൾ എനിക്കിത് സ്വതന്ത്രമാണ്, അല്ലെ എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ചിന്താഗതി, എനിക്കൊരു സ്വന്തമായിട്ടുള്ളൊരു പാത്ത് എനിക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് നേടിയെടുക്കണം. അല്ലെങ്കിൽ അവർ തരും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് തരും, അത്രയ്ക്കും എനർജി നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരാളോട് ജീവിതത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇതെല്ലാം സ്വാഭാവികമായിട്ട് തരേണ്ടതും കിട്ടേണ്ടതുമാണ്. അല്ലാതെ ഏത് കാലത്തും മനുഷ്യൻ ആണ് തീർച്ചയായും. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് വ്യവസ്ഥ, നമ്മുടെ നിയമം എന്തിനാ? അല്ലെ, നമുക്ക് എന്തിനാണ് പുതിയ നിയമങ്ങൾ വരേണ്ടി വരുന്നത്? എന്തിനാണ് നമുക്ക് ആദിവാസികളെ, ദളിതരെ, സ്ത്രീകളെ, ന്യൂനപക്ഷങ്ങളെ, കുട്ടികളെ ഒക്കെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനങ്ങളുടെ ആവശ്യമില്ല. മനുഷ്യർക്ക് ഇത് സ്വാഭാവികമായിട്ട് നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ആ സൊസൈറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ലല്ലോ വ്യക്തികള്. അപ്പൊ ആ സൊസൈറ്റിനെ എല്ലാവർക്കും നേരിടാനുള്ള ധൈര്യം ഉണ്ടാവണം. ഞാനതൊരു അതുകൊണ്ടുള്ള വില കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവരോടും ആവശ്യപ്പെടാൻ പറ്റുമോ? അല്ല, അത് നമുക്ക് എല്ലാവരോടും. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ അതെങ്ങനെ നിനക്ക് വേണമെങ്കിൽ ആയിക്കോ അല്ലെങ്കിൽ പോയി ചത്തോന്ന് പറയുന്നതിന് തുല്യാണ് ഇതൊക്കെയും. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും വീക്കായിട്ടുള്ള, പ്രതികരിക്കാൻ കഴിയാത്ത, എല്ലാ തലത്തിലും വീക്കാണ് ഒരു മനുഷ്യൻ. പക്ഷെ അവർക്കും സ്വാഭാവികമായിട്ട് അവരുടെ മനുഷ്യാന്തസ് കീപ്പ് ചെയ്തുകൊണ്ടും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയേണ്ട വ്യവസ്ഥിതിയാണ് ഉണ്ടായി വരേണ്ടത്. അല്ലാണ്ട് മനുഷ്യൻ വ്യവസ്ഥ മാറൂല, വ്യക്തി ഇതിനോട് ഫൈറ്റ് ചെയ്ത് ജീവിച്ചങ്ങ് പൊക്കോന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രൂരതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് എൻ്റെ മോളുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ജീവിച്ചോന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ അവൾ എന്നോളം കരുത്ത് അല്ല, ഞാൻ പറഞ്ഞത് കരുത്തൊന്നും കൂടിയല്ല, വേറെ ഓപ്ഷൻ ഇല്ല നമുക്കവിടെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആ കുട്ടി അങ്ങനെയല്ല കാണുന്നത്. അവളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഭയം ഉണ്ടാവാം, അവൾക്ക് പോലീസിങ്ങിനെ ഭയം ഉണ്ടാവാം, മോറൽ പോലീസിങ്ങിനെ ഭയം ഉണ്ടാവാം. ഇത് ആൺകുട്ടിക്കും ഉണ്ടാവാം, പെൺകുട്ടിക്ക് മാത്രമല്ല. ഇത്തരം ഭയങ്ങളെ മുഴുവൻ നിങ്ങൾ അവഗണിച്ച് തൃണവൽക്കരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോരാടും എന്നല്ല പറയേണ്ടത്. ഇതെല്ലാം നിങ്ങളുടെ അവകാശമാണെന്നും ഇതിനെ നടപ്പാക്കി തരേണ്ടതാണ് വ്യവസ്ഥ എന്നും ഇതിലേക്ക് ഇടിച്ചു കയറുന്ന മനുഷ്യരെ നിയന്ത്രിക്കാനുള്ളതായിരിക്കണം സംവിധാനങ്ങൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ലാതെ വ്യക്തിയോട് ആ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചോണ്ട് ജീവിക്കുന്നു അല്ല പറയണ്ടേ. വ്യവസ്ഥയും അതാണ് അത് വ്യവസ്ഥ ശരിയായ രീതിയിലല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അത് വ്യക്തിയുടെ കുഴപ്പമാണോ? വ്യക്തിനല്ല നമ്മള് വ്യക്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്. അപ്പൊ ഡൗറി അടിച്ചതിന് കുട്ടീനെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? കുട്ടിയുടെ അപ്പൊ നമ്മൾ ആരെയാണ് അവിടെ ആരെയാണ് നമ്മൾ ഏത് സംവിധാനത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്? പെൺകുട്ടീനെയാണോ? അല്ല, അപ്പൊ നമ്മള് പെൺകുട്ടിയാണോ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത്? എന്താ മാക്സിമം സംഭവിക്കുക? ആർജിക്കാൻ അങ്ങനെയല്ല. നിങ്ങൾ ഡൗറി വന്ന് ഞാൻ സ്വീകരിക്കില്ല, അയാളെ കല്യാണം കഴിക്കില്ല എന്ന് പറയാൻ. അപ്പൊ തിരിച്ച് നമുക്ക് ഈ ആണുങ്ങളെ ഒന്നും പഠിപ്പിക്കാനില്ല. അവര് ഡൗറി ചോദിച്ചു വരും, അവരെ വീട്ടുകാർ ഡൗറി ചോദിച്ചല്ലോ. അല്ല, അപ്പൊ ഞാൻ പറയില്ല രണ്ട് ജീവിതം എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ അമ്മമാര് വരുന്നില്ലേ, അമ്മമാര് തീരുമാനം എടുക്കണില്ലേ എനിക്ക് ഡൗറി. ഇതെല്ലാം നമുക്ക് സബ്ജക്റ്റ് എന്റെ തെന്നലെ ഇതെല്ലാം നിങ്ങൾ പറയുന്നത് ശരി. ഇതൊരു സബ്ജക്റ്റീവ് തലത്തിലേ നടക്കൂ. നിങ്ങൾക്ക് ഈ സിസ്റ്റത്തെ മാറ്റാൻ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാല്, ഞാനൊരു ഒരു ഉദാഹരണം പറയാം. നമുക്ക് വെള്ളം കുടിക്കാൻ, പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഒരു കൂട്ടർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അന്ന് ധൈര്യപ്പെട്ട് പോയാലും മാക്സിമം കിട്ടാന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഇട്ട് അവനെ മൂടും. അപ്പോൾ അത് ധൈര്യപൂർവ്വം ചെയ്യുന്ന ആത്മഹത്യാപരമായ ഒരു കാര്യം. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അല്ല, ഈ മനുഷ്യർക്ക് വെള്ളം കുടിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പൊതുവായി നിന്ന് സ്ഥാപിച്ചെടുക്കലേ പറ്റൂ. അല്ലാണ്ട് ഒരാളുടെ ഒറ്റയ്ക്ക് അപ്പൊ ഇത് ഒറ്റയ്ക്ക് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ആത്മഹത്യാപരമായി ജീവിക്കണം എന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് വ്യക്തി ആത്മഹത്യാപരമായി ജീവിക്കണം. തീർച്ചയായിട്ടും അല്ല, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് വിസ്മയക്ക് ശേഷവും ഇന്ന് 2 ആത്മഹത്യകൾ സ്ത്രീധനത്തിന്റെ പുറത്ത് നടന്നു കേരളത്തില്. അപ്പൊ ഈ വ്യവസ്ഥ തന്നെയാണോ ചോദ്യം ചെയ്യേണ്ടത്? പിന്നെ പെണ്ണുങ്ങൾ നിങ്ങളൊന്നും ഇനി കല്യാണം കഴിക്കണ്ട, നിങ്ങൾ ഇനി പ്രേമിക്കണ്ട? അല്ല, പക്ഷെ എനിക്ക് വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു സാധനം പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെ കാണുന്നത്. കാരണം എനിക്ക് വ്യക്തിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. കാരണം വ്യക്തിയല്ല, വ്യക്തിക്ക്
കിട്ടേണ്ട സംരക്ഷണങ്ങളും അവകാശങ്ങളും അത് വകവെച്ച് കൊടുക്കാനുള്ള സംവിധാനം ആർജവത്തോടെ പെരുമാറണം. ഇതെല്ലാം ഇരിക്കെ തന്നെ ജോളി ഇത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും കരുത്തരായ സ്ത്രീകൾക്ക്, മനുഷ്യർക്ക്, അല്ലെങ്കിൽ പാർശ്വവൽകൃത ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാളെ ജീവിത സാഹചര്യം അയാളെ സ്വാഭാവികമാക്കി ആക്കി തീർക്കുന്ന അരക്ഷിതാവസ്ഥയും അപകർഷതാബോധവും ഉണ്ട്. ഈ അപകർഷതാബോധത്തിന് മറികടന്ന് വന്ന ഒരു മനുഷ്യൻ ഉണ്ടാവണമെന്നും ആ മനുഷ്യർ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നും പറയുന്നത് ഒരു ക്രൂരതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. രണ്ട് തലങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് അല്ല, ഞാൻ എന്റെ പോയിന്റ് അതാണ്. ജോളിയുടെ കാര്യം പറയാം. ജോളിയുടെ വൈവാഹിക ജീവിതത്തിൽ ജോളി എങ്ങനെയാണ് ഈ ഇതെല്ലാം അഭിമുഖീകരിച്ചത്? നല്ലപോലെ പള്ളിയോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പച്ചൻ്റെയും അമ്മയുടെയും മറ്റുള്ളവരുടെയും ഇമോഷണൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. അതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത്രയും ചുറ്റും നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾക്കാണ് അത് മനസ്സിലാവുന്നത്. അവരാണ് അത് അംഗീകരിക്കുന്നത്. ഇവൻ പാർട്ടി പോലും അത് അംഗീകരിച്ചില്ല. പാർട്ടി ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞത്. അതായത് സ്ത്രീകളെ ഭയങ്കരമായി ഞാൻ നേരിടുന്ന വെച്ചാൽ എനിക്ക് വേദനയുണ്ട്. നേരിടുക എന്ന് പറഞ്ഞാൽ ഞാൻ പള്ളീനെ ആദ്യമേ തന്നെ നേരിട്ട് പുറത്തിറങ്ങിയ ഒരാളാണ്. വിവാഹത്തിന് വേണ്ടി മാത്രമല്ല, അതർവൈസ് തന്നെ പള്ളി എന്ന് പറഞ്ഞൊരു അധികാര ഘടനയോട് അതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി, ഞാൻ മതത്തിനെ തന്നെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരാളാണ്. മതം വിശ്വസിക്കുന്ന, മതത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായതിൻ്റെ പുറത്ത് അതിന് സഫർ ചെയ്യേണ്ടി വരുന്നത് കുടുംബങ്ങളാണ്. എന്നെ ടോർച്ചർ ചെയ്യുക എന്നുള്ളത് അവർക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അവർ മൊത്തം ടോർച്ചറും കൊടുക്കുന്നത് ഫാമിലിക്കാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എടുത്തൊരു പൊസിഷൻ ശരിയായതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് അമ്മയുടെ കരച്ചിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ, എൻ്റെ ഭാഗ്യത്തിന് കുറച്ച് കോമൺ സെൻസ് ഉള്ളതായിരുന്നു എൻ്റെ ചേട്ടനും ചേച്ചിയും അപ്പച്ചനും ഒക്കെ. ഈ ഒരു സാധനം പള്ളിയുടെ ബോധത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഫാമിലി ആയിരിക്കണം എല്ലാവർക്കും എന്നില്ല. അതുകൊണ്ടാണല്ലോ ഒരു കുട്ടി പാലക്കാട് വ്യത്യസ്തനായ ദളിത് യുവാവിനെ കല്യാണം കഴിച്ചണം, അല്ലെങ്കിൽ ഇപ്പോൾ ആലുവയിൽ 16 വയസ്സ് പോലും ആവാത്ത മോൾക്ക് വിഷം കൊടുത്ത് കൊല്ലുകയാണ്. കാരണം ആ മനുഷ്യൻ നിൽക്കുന്നത് അത്രയും ഭീതിതമായ, അത്രയ്ക്കും ഒപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിനകത്താണ് ആ അച്ഛനും നിൽക്കുന്നത്. അയാൾക്ക് പോലും ഈ മകൾക്ക് വേണ്ടി പൊസിഷൻ എടുക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അത് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. ഇതെല്ലാം ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതെല്ലാം വ്യവസ്ഥിതികളും നമ്മൾ വ്യവസ്ഥക്കെതിരായിരിക്കണം. നിയമകോടതികളുണ്ട്. പക്ഷെ ഇതുണ്ട്. പക്ഷെ ഈ വ്യവസ്ഥ എന്ന് പറയുന്നത് രൂപപ്പെട്ടത് ഏതിന്റെ മേലെയാണെന്നാണ്. ഞാനൊന്ന് പറയട്ടെ. ഇപ്പം എനിക്കൊരു മാനസിക രോഗിയാണ്. ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. ഒരു 6 മാസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് എനിക്കത് ഭേദമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്നത് എവിടെ നിന്ന് എനിക്ക് മാനസിക രോഗം ഉണ്ടായി അവിടെ തന്നെയാണ് ഞാൻ വരുന്നത്, അല്ലേ? എവിടെ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിന്ന ആൾക്കാർക്കോ എന്നെ വേറെ തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വിധത്തിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ സ്വയം അത് ആർജിച്ചെടുക്കുക അല്ലാതെ എപ്പോഴും വന്നിട്ട് അവർക്ക് എന്നെ സ്വയം എന്തുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലേ? പോസിബിലിറ്റി എല്ലാവർക്കും ഇല്ല. കാരണം നമ്മളിപ്പോഴും പറയട്ടെ, ഞാൻ അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ മനുഷ്യന്മാർ തകരാനോ തളരാനോ അനുവദിക്കാത്ത വിധത്തിൽ സ്ട്രോങ് ആയിരിക്കണം എന്ന് ഒരു ചാടിയുണ്ട് അതിനകത്ത്. കാരണം ഈ പോസിബിലിറ്റി എങ്ങനെ, അതുകൊണ്ടാണ് എന്തിനാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത്? അവൻ ഇത്രയും കരുത്തനായ ഒരു മനുഷ്യനായിരുന്നു. കുഞ്ഞാമൻ അവിടെ തന്നെയാണ് പ്രശ്നം. അത് സിസ്റ്റം. എന്റെ ദൈവമേ, ദൗർബല്യല്ല, അതാണ് കുഞ്ഞാമൻ സാറിനെ പോലത്തെ ഒരു പണ്ഡിതൻ മാഷ്. അപ്പൊ അയാളെല്ലാം പിന്നെയും ഇത്രയും പൊരുതി വന്നിട്ട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അവരെ വ്യക്തിപരമായ ദൗർബല്യമില്ല, ഈ സിസ്റ്റത്തിന്റെ തകർച്ചയാണ് കാണിക്കുന്നത്. ഞാൻ ആത്മഹത്യയെ കാണുന്നത് വ്യക്തികളുടെ കുഴപ്പമായിട്ടല്ല, സിസ്റ്റം നടപ്പിലാക്കുന്ന കൊലപാതകമായിട്ടാണ് ഞാൻ കാണുന്നത്. രോഹിത് വെമുലയുടെ മരണം ഞാൻ കാണുന്നത് സിസ്റ്റം നടപ്പാക്കിയോ ആത്മഹത്യയായിട്ട്. എന്തിനാണ് ജാതിയുടെ പുറത്ത് നിരന്തരം വിവേചനം അനുഭവിക്കുന്ന ഒരാൾ അയാൾ മാനസികമായിട്ട് സ്ലിപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം ക്രൂരതയാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കുഞ്ഞാമൻ സാറിനെ പോലെയുള്ള വേണ്ടത്ര ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, ഒരുപാട് അറിവുണ്ട്. എന്റെ തെന്നില് അവര് അപ്പോഴും കടന്നു പോകുന്ന ട്രോമ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് അവരെ ദ്രവിപ്പിക്കുന്നുണ്ട്. കാരണം സിസ്റ്റം മാറിയിട്ടില്ല. അവര്
സ്ഥിരം നോക്കുമ്പോൾ ഈ സിസ്റ്റത്തിന് മേലെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് അവർ ഉള്ളു വേറെ സ്ഥലത്ത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം അപ്പൊ നിങ്ങൾക്ക് വെട്ടിക്കൊല്ലുന്ന രക്തസാക്ഷിയെ ഓക്കെയാണ്, ആത്മഹത്യ ചെയ്യുന്ന രക്തസാക്ഷി വേണ്ടെന്നാണോ പറയുന്നത്? അവര് രക്തസാക്ഷിത്താണ്. ആത്മഹത്യ ഞാൻ ഗ്ലോറിഫൈ ചെയ്യല്ല. നിങ്ങൾക്ക് ചെഗുവേര വെടിയേറ്റ് വെച്ചത് ഓക്കെയാണ്. രോഹിത് വെമുലയുടെ രക്തസാക്ഷിത്വം നിങ്ങൾ ഭയങ്കര ഭീരുത്വമായിട്ടാണോ കാണുന്നത്? എനിക്കത് ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ ആ രക്തസാക്ഷിത്വമായിട്ടാണ് കാണുന്നത്. റോൾ മോഡൽ എന്താ പിന്നെ എന്റെ ഈ സിസ്റ്റം എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെങ്കിൽ ഞാൻ ഈ സിസ്റ്റത്തിനെ വെല്ലുവിളിച്ച് കത്തെഴുതി വെച്ച് അതൊരു ആത്മഹത്യ ചെയ്യുന്നത് എന്റെ രക്തസാക്ഷിത്വമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വം ഭയങ്കര വീരകൃത്യമാണ്. അല്ല, പിന്നെ ഞാൻ ഇതിൽ അങ്ങനെയാ കാണുന്നത്. ഞാൻ പറഞ്ഞ അതൊന്നും കുറച്ച് കാണുമല്ല. ചെഗുവേരനെ കൊന്നതും രക്തസാക്ഷിത്വത്തിന് ഞാൻ കുറച്ച് കാണുകയല്ല. ഞാൻ ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിന് കുറച്ച് കാണുകയല്ല. പക്ഷെ അത്രത്തോളം വാല്യൂ ഉള്ള ഇന്നും 76 കൊല്ലെത്തിയിട്ടും ഇത്തരം മനുഷ്യന്മാർക്ക് അവർ തകർന്നടിഞ്ഞ് അവർ പറയുന്നതിലും എഴുതുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒന്നും ഒരു തരത്തിലും റിഫ്ലക്റ്റ് ചെയ്യാത്ത ഒരു സാമൂഹ്യ ഘടനയ്ക്കകത്ത് അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അത് രക്തസാക്ഷിത്വം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.